സുഹൃത്തെ, ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു തോട്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇതിന് നിങ്ങളെ പല ബ്ലോക്കിൽ നിന്നും വളരെ എനർജറ്റിക് ആയിട്ട് പുറത്തേക്ക് ഇറക്കാനുള്ളൊരു കഴിവുണ്ട്. നിങ്ങളുടെ ചെറുപ്പകാലത്തിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛൻ, അമ്മ, നിങ്ങളുടെ മാമൻ, മാമിമാർ, നിങ്ങളുടെ റിലേറ്റീവ്സ്, വീടിൻ്റെ അടുത്തുള്ള ആളുകൾ, ഇവരൊക്കെ നിങ്ങളെ വല്ലാതെ കൺട്രോൾ ചെയ്ത ഒരു ലൈഫ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സമയമ്പോഴേക്ക് എത്തണം, നീ ആരോട് ചോദിച്ചിട്ട് അവിടെ പോയത്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്കിതല്ലേ ബെറ്റർ, അതിനേക്കാൾ ബെറ്റർ ഇതല്ലേ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു സാധാ കുട്ടിക്ക് കൊടുക്കേണ്ട കൺട്രോളിനേക്കാട്ട് അപ്പുറം നിങ്ങൾ വല്ലാതെ കൺട്രോൾ ചെയ്തൊരു പാരൻസോ ഒരു ഫാമിലിയോ നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അത് ശരിക്കും ഒരു ട്രോമയായിട്ട്, മുന്നോട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ട്രോമയായിട്ട് നിങ്ങളിൽ പ്രോഗ്രാംഡ് ആയിട്ടുണ്ട്. സുഹൃത്തെ, ചെറിയ കുട്ടികൾ ഒരു നോർമലായിട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഒന്ന് ഇടയ്ക്കൊന്ന് ചീത്ത പറയുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു വലിയൊരു ഏജ് വരെ, ചിലപ്പോൾ ഒരു 20-25 വയസ്സ് വരെ, ഒരു 30 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാമിലി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ടോട്ടലി സ്റ്റക്കായിരിക്കും. ശരിക്കും സ്റ്റക്ക് എന്ന് തന്നെ പറയാം. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ പ്രോഗ്രാം ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു കല്യാണം കൂടി കഴിച്ചു എന്ന് വിചാരിച്ചോ, അയാളും ഇതേപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണെങ്കിലോ, ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇതേപോലെ തന്നെ ശക്തമായിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ, നമുക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ട് വരാനുണ്ട്. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എനിക്കെന്താ പ്രതികരിക്കാൻ കഴിയാത്തത് എന്ന് തോന്നുന്നൊരവസ്ഥ. ഈ അവസ്ഥ നിങ്ങളെ മുന്നോട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സ്റ്റക്കാക്കും. ഇങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങൾ ജീവിച്ച സൊസൈറ്റിയുടെ കൺട്രോളിങ് മനോഭാവം നിങ്ങൾ അങ്ങനെ ആക്കി തീർത്തതാണ്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴും പേടിയായിരിക്കും. അതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു യാത്ര ആയിക്കോട്ടെ, ഒറ്റയ്ക്ക് ആരെങ്കിലും കാണാൻ പോകുന്ന കാര്യമായിക്കോട്ടെ, നമ്മളിങ്ങനെ നമ്മളെ തന്നെ സംശയിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഓവർ കൺട്രോളിങ്ങിലൂടെ ഒരാളുടെ ഫ്യൂച്ചറിനെ, അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി നശിപ്പിച്ചു എന്ന് പറയാം. അത് തന്നെ. ഇയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുമോ മുന്നോട്ട്? ഇല്ല, പെട്ടു, ഫ്യൂച്ചറിലേക്ക് പെട്ടു. അവസാനം ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇറങ്ങുമ്പോഴേക്കും അതിൽ ഭൂരിഭാഗവും ഫ്ലോപ്പായിരിക്കും, ഫെയിലിയർ ആയിരിക്കും. അന്ന് ഈ കൺട്രോൾ ചെയ്ത ആളുകൾ തന്നെ പറയും, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്. ഇത്തരക്കാർക്ക് എന്തുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പേടി വരുന്നു എന്നറിയോ? അവർ പേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ അറിയില്ലല്ലോ. എൻ്റെ ഫാമിലി പഠിപ്പിച്ചത് മൊത്തം നല്ല കാര്യങ്ങൾ മാത്രമാണ്. എന്നെ ഒരു തെറ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാനെന്തെങ്കിലും ചെയ്തിട്ട് അത് തെറ്റായിപ്പോയി കഴിഞ്ഞാൽ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. എന്താ ചെയ്യുക, അതെങ്ങനെ സോൾവ് ചെയ്യും, പിന്നെ ഞാനെങ്ങനെ ഏറ്റവും വലിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങും. ഇതാണ് ആ സ്റ്റക്ക് ട്രോമ. ഓക്കെ, ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് സുഹൃത്തെ. ആ സൊല്യൂഷൻ എന്താണെന്നറിയോ? നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെപ്പറ്റി ഒരാളോടും ഒരു അഭിപ്രായം ചോദിക്കാൻ പാടില്ല. എൻ്റെ ലൈഫ് ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതെൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഒരുപാട് ഏജായി കഴിഞ്ഞു ഇല്ലേ. ഞാൻ ഇങ്ങനെ പോയിട്ട് വെറുതെ ജീവിച്ച് മരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ സ്ട്രിക്ട്ലി ഒരു 25 എബോവ് ഏജുള്ള ആളുകൾക്കുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ 25-ൻ്റെ ഇടയിലുള്ള ആളുകൾക്ക് ഞാനിപ്പോൾ പെട്ട് കിടക്കുകയാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഇനി മുന്നോട്ട് എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളെങ്കിലും നിങ്ങൾ ആരോടും ഒരഭിപ്രായം ചോദിക്കാത്ത രീതിയിൽ നിങ്ങൾ എടുക്കണം. നിങ്ങൾ ചെയ്തേ പറ്റൂ. ആരോട് എന്ത് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാലും നെഗറ്റീവ് റിപ്ലൈ മാത്രമേ കിട്ടൂ സുഹൃത്തെ. അതിപ്പോൾ നിങ്ങൾ നന്നായിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ വളരെ കുറവേ ഉണ്ടാവും. 100-ൽ ഒരു 2-3 ആൾക്കാരേ ഉണ്ടാവും. നിങ്ങളുടെ ആശയങ്ങളും ഐഡിയകളൊക്കെ ഒരിക്കലും നിങ്ങൾ ജീവിച്ച് വളർന്ന ഒരു ഫ്രീക്വൻസിയുടെ റേഞ്ചിലുള്ളതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലോസ് സുഹൃത്തുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിൽ തന്നെ ചിലപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നത് വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി അവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കുക, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചൈൽഡ്ഹുഡിലുള്ള ഓവർ കൺട്രോളിങ് കാരണം നിങ്ങൾ സ്റ്റക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അധികം സംഭവിക്കുക ഒരു 30 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും. എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് ഞാൻ എത്ര ബെറ്റർ ആയിരുന്നു, എനിക്ക് എത്ര ബെസ്റ്റ് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് ആ ട്രോമ. സുഹൃത്തെ, ഒന്ന് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചിന്തിക്കുക. എനിക്ക് ആകെ 2-3 കൊല്ലം കൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ആവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ഇറങ്ങിയേ പറ്റൂ. എൻ്റെ തീരുമാനങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അവിടെ ഒരാളുടെയും സമ്മതമോ അവരുടെ ആശയങ്ങളൊന്നും എനിക്ക് വേണ്ട. ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഇറങ്ങിയ ഈ കാര്യത്തിലേക്ക് വിജയിക്കുക എന്നുള്ളത് എൻ്റെ ഒറ്റ ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത്. വേറെ തൽക്കാലത്തേക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല. ഇങ്ങനെ ഈ ഒരു ഓവർ കൺട്രോളിങ് ട്രോമയെ നിങ്ങൾ മറികടക്കണം.
ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ വരുമ്പോൾ ഇതൊന്നും നിങ്ങളുടെ ബിസിനസ് അല്ല, എനിക്ക് എൻ്റേതായ ചില പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിലേക്ക് ഉറച്ച് നിന്ന് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. വെറുതെ ഇങ്ങനെ തീരുമാനം എടുത്ത് വെറുതെ ഇരിക്കുകയല്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന ഈ പുതിയ കാര്യങ്ങളിലേക്കുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ വലിയൊരു സക്സസ് ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.